ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഉപ്പുമാങ്ങ റെസിപ്പിയാണ്. അതിന് കുറച്ച് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് കഴുകിയൊക്കെ വെച്ചിരിക്കും. ഓക്കെ, ഇനി എനിക്കത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഒട്ടും വെള്ളം ഇല്ലാതെ നമുക്കിങ്ങനെ ഈ പേപ്പർ ടവലിലോ ഒക്കെ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഇട്ടിട്ട് പിന്നെ ഒരു മാങ്ങ എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്തൊന്ന് സീഡ് എടുത്ത് കളയും. ഓക്കെ, സീഡ് കളഞ്ഞിട്ട് ഇടയിൽ എന്തെങ്കിലും ഒരു കുപ്പി പോലത്തെ ബോട്ടിൽ അല്ലേ, ഗ്ലാസ് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണം. ഓക്കെ, അച്ചാറൊക്കെ ഇടാൻ അതാണ് നല്ല. പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യാതെ എന്തെങ്കിലും ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് കുറച്ച് ഞാൻ കല്ലുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ച് കല്ലുപ്പ് ഇടുക. പിന്നെ നമ്മൾ അരിഞ്ഞ മാങ്ങ ഇട്ട് കൊടുക്കുക. വീണ്ടും കല്ലുപ്പ് അങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഗ്രീൻ ചില്ലിയും കറി ലീഫും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഒരു 4 days കഴിഞ്ഞിട്ട് ഞാനൊന്ന് നന്നായിട്ട് എയർ ടൈറ്റായിട്ടൊക്കെ അടച്ചു വെക്കുകയൊക്കെ വേണം. എന്നിട്ട് നമുക്ക് 4 daysോ 5 daysോ കഴിയുമ്പോൾ നോക്കാം. അപ്പോൾ ഈ മാങ്ങയിൽ നിന്നുള്ള വെള്ളം വരുമല്ലോ, മാങ്ങയ്ക്കകത്ത് നിറച്ച് വെള്ളമുണ്ട്. അപ്പം മാങ്ങയിൽ നിന്ന് വരുന്ന വെള്ളവും ഈ ഉപ്പൂടായിട്ട് നന്നായിട്ട് മാങ്ങ ഉപ്പ് പിടിച്ചിരിക്കും. ഓക്കെ, ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാം. അപ്പം അങ്ങനെ പിടിച്ചു വരുമ്പോൾ നമുക്ക് ഓരോന്നൊക്കെ ഉണ്ടാക്കാം. ഒരു എന്തോപ്പം മാങ്ങ പച്ചടിക്കോ മാങ്ങക്കറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ മാങ്ങ ചട്നി, അല്ലെങ്കിൽ അത് തന്നെ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് എന്താ പറയുക, കടുമാങ്ങ അച്ചാറിടാം. ഓക്കെ, ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ ഇതെല്ലാം തുടച്ചിട്ട് സീഡൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെക്കട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്നും ചെയ്യാം. ഓക്കെ, ഇതപ്പം ഇങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ട് തുടച്ച് വെച്ചു. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തു. ഇത് എന്താ പറയുക, ഇതിൻ്റെ സീഡ് ഞാനിങ്ങനെ നമുക്ക് കളയാം കേട്ടോ, കട്ടിയായിട്ടുള്ള സീഡല്ല. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുക. ഓക്കെ, മാങ്ങ തുടച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് സീഡ് കളഞ്ഞിട്ട് ഞാൻ വെക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് വരാം. മാങ്ങ എല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടൊക്കെ സീഡൊക്കെ കളഞ്ഞു. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ, അത് ഇങ്ങനെ സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, കുറച്ച് കറി ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ മാങ്ങയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചോറിൻ്റെ കൂടെയൊക്കെ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇപ്പോൾ മാങ്ങയായിട്ട് എടുത്ത് കഴിക്കാനൊക്കെ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഞാൻ കുറച്ച് എന്താ പറയുക കറി ലീഫും ഗ്രീൻ ചില്ലിയും കൂടെ ഇടുന്നത്. അപ്പം നിങ്ങളിപ്പോൾ എത്ര മാങ്ങ ഉണ്ടെങ്കിലും, ഇത്രയും മാങ്ങ വേണമെന്നല്ലോ, 2-3 മാങ്ങ ആണെങ്കിൽ തന്നെയും ഇതേപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ട് ഇത് കല്ലുപ്പിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഭരണി പോലെ ഉണ്ടെങ്കിൽ അതിട്ട് വെക്കുക. ഓക്കെ, ഞാനിപ്പം എണ്ണമൊന്നും പറയുന്നില്ല, ഇത്ര ഗ്രാമൊന്നും. ഇപ്പം മാങ്ങ എടുക്കുക. ഓക്കെ, അതേപോലെ ചെയ്യാൻ. എന്നിട്ട് കല്ലുപ്പ് എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ചിങ്ങനെ ഈ ഭരണിയുടെ അടിയിലോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിലെടുത്ത് അവിയുണ്ട്, അത് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മാങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഒരു ലെയർ മാങ്ങ ഇട്ടിട്ട് വീണ്ടും നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വീണ്ടും അല്ലെങ്കിൽ 2 ഗ്രീൻ ചില്ലി ഇടാം, പിന്നെ കറി ലീഫ്. ഓക്കെ, കറി ലീഫ്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ഇട്ട് കൊടുക്കട്ടെ ഇത് മൊത്തം. ഓക്കെ, മാങ്ങായും ഉപ്പ് നിങ്ങൾ കണ്ടല്ലേ, ഇതേപോലെ ചെയ്യുക. ഓക്കെ, ഭരണിയാണെങ്കിൽ നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് വെയിലത്തൊക്കെ വെച്ച് ഉണക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉണക്കിയെടുക്കുക. ഓക്കെ, ഒട്ടും വെള്ളമില്ലാതെ വെച്ചിട്ട് ഇതുപോലെ മാങ്ങ ഇട്ട് വെക്കുക. ഓക്കെ, ഇങ്ങനെ ഇട്ട് വെച്ച്. ഓക്കെ, കുറച്ച് ഉപ്പിട്ട് അങ്ങനെ ഇട്ട് വെച്ചു. എന്നിട്ട് ഞാനിതുകൊണ്ട് അടച്ച് വെക്കാം. നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ പണ്ടൊക്കെ അമ്മൂമ്മമാരൊക്കെ എന്താ പറയുന്നത്, നല്ല അലക്കിയ തുണിയൊക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ എന്താ എയർ ടൈറ്റായിട്ട് വെക്കും അല്ലേ. അതുകൊണ്ട് ഞാനിപ്പം നമുക്ക് ഇങ്ങനത്തെ റാപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എയർ ടൈറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ടൈറ്റ് ചെയ്തിട്ട് വരാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ടെങ്കിൽ ഇച്ചിരി ലൂസായി ഇതിൻ്റെ അടപ്പ്, അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടൊന്ന് നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്തിട്ട് വരട്ടെ. ഓക്കെ, നമ്മൾ നന്നായിട്ടാണ് ടൈറ്റ് ചെയ്ത് വെച്ച് എയർ ടൈറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ടൈറ്റ് ചെയ്ത് വെക്കുക. അതല്ല ക്ലോത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ
ടൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, എനിവേ അതോടെ ഇരിക്കട്ടെ. ഓക്കെ, മേ ബി 1 വീക്ക് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു 5 days കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം. അപ്പം നിങ്ങളെ കാണിക്കാതെ എങ്ങനെയാണ് ഇട്ടിരിക്കണം. ഓക്കെ ഓക്കെ. ഇതിപ്പം നമ്മളിങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടൊരു 6 ദിവസമായിട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഞാൻ നന്നായിട്ട് ഇങ്ങനെ എയർ ടൈറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. നോക്കാം, ഞാൻ വെള്ളം ഒഴിക്കാതെ വെച്ചതുണ്ട്. മാങ്ങയുടെ വെള്ളം വന്ന് കിടക്കുന്നുണ്ടോ? അതെ, മാങ്ങ ഇങ്ങനെ ആയിട്ടിരിക്കുന്നു. അതുപോലെ ഞാൻ പറഞ്ഞില്ല, വെള്ളം ഞാൻ ഒട്ടും ഒഴിക്കാതെ വെച്ചതുണ്ട്. എത്ര വെള്ളം വരുന്നുണ്ട്, നിറയെ വെള്ളം വന്നു. നിങ്ങൾ നോക്കുന്നത് ഇത് ഫുള്ള് ഇവിടെ വരെ ഞാൻ വെച്ചിരുന്നതാണ്. ഓക്കെ, ഇപ്പോഴത്തെ ഉപ്പിൽ വെള്ളമൊക്കെ ഇറങ്ങി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പിലയും കേട്ടില്ല, നിങ്ങൾ കണ്ടായിരുന്നുണ്ട്. നോക്ക്, ഉപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ഉപ്പൊടി ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഞാൻ കാണിച്ചില്ല, വെള്ളം ഇങ്ങനെ അതിനകത്ത് നിന്ന് ഇറങ്ങി വരും കേട്ടോ. വെള്ളം, ഉപ്പ് വെള്ളം, ഉപ്പുള്ള മാങ്ങയിലെ വെള്ളവും നമ്മൾ ഉപ്പൂടെ അത് മിക്സ് ചെയ്ത് അങ്ങനെ ആവും. അപ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ വെച്ചത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം എന്താ പറയുന്നത്, ഇതിനകത്തും നമുക്ക് കടുവ മാങ്ങ പോലെ ഉണ്ടാക്കാം. പിന്നെ അല്ലെങ്കിൽ മാങ്ങ പച്ചടി, ഉപ്പുമാങ്ങാക്കറി ഒക്കെ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇതങ്ങ് ഞാൻ ഒരെണ്ണം എന്തെങ്കിലും എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് റൈസും എന്താ പറയുന്നത് യോഗട്ടൊക്കെ ആയിട്ട് കഴിക്കാം. അപ്പോൾ പച്ചമുളക്, ഉപ്പുമാങ്ങ, കുറച്ച് ഉപ്പ് അതിൻ്റെ വെള്ളം കൂടി എടുത്ത് വെച്ചിട്ട് നമുക്കൊന്നിത് കട്ട് ചെയ്തിട്ട് റൈസിൻ്റെ കൂടെ യോഗട്ടൊക്കെ ഇട്ട് കഴിച്ച് നോക്കാം. ഉപ്പുമാങ്ങ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തുണ്ടാകും. അങ്ങനെ ഉപ്പൊക്കെ പിടിച്ച് ഉപ്പുമാങ്ങ ചമ്മന്തി, ഉപ്പുമാങ്ങ പച്ചടി ഉണ്ടാക്കാം, ഉപ്പുമാങ്ങ കറിയൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, ഈവൻ ഇതിനകത്തൊന്ന് 2 കഷ്ണം എടുത്തിട്ട് നമുക്ക് കടുവ മാങ്ങ പോലെ ഇടാം. കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ ഉപ്പുമാങ്ങയും കുറച്ച് തൈരും ഉപ്പ് പിടിച്ചൊന്നും കാണിക്കാൻ വേണ്ടി എടുത്തന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു 6 days. ഇനിയിപ്പം നമുക്കിതിങ്ങനെ നന്നായിട്ട് വീണ്ടും ഞാൻ എയർ ടൈറ്റ് ചെയ്ത് ഈ ഇതില്ലേ പ്ലാസ്റ്റിക് കൊണ്ട് നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്ത് വെക്കാൻ പോകും. ഓക്കെ, അപ്പോൾ ഒട്ടും എയറൊന്നും അതിനകത്ത് കിടക്കാതെ നന്നായിട്ടിരിക്കും. ഇതിപ്പം നിങ്ങൾ കണ്ടല്ലോ, മാങ്ങ ഉപ്പൊക്കെ പിടിച്ചിരിക്കുക. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, മാങ്ങ ഉപ്പിലിട്ട് വെച്ചില്ലേ, ഇതിപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ടോ. 2 ആഴ്ച കഴിഞ്ഞിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ നല്ലപോലെ എയർടൈറ്റ് ചെയ്ത് വെച്ചിരിക്കട്ടോ. അതുകൊണ്ട് അതിനകത്ത് ഉപ്പ് അങ്ങനെ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നിട്ട് ഞാനകത്ത് മുളകും പച്ചമുളകും കറി ലീഫൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ നിങ്ങൾ ഉപ്പും മാങ്ങയും കൂടി ഇട്ട് വെച്ചാൽ, വെള്ളമൊന്നും ഒട്ടും തൊടാതെ വെച്ചാൽ നമുക്ക് ഈ ഫംഗസ് എന്ന് പറഞ്ഞ പോപ്പൊന്നും പിടിക്കാതെ നന്നായിട്ട് ഉപ്പുമാങ്ങ ഇട്ട് വെക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇനി ഇതിപ്പം എനിക്കൊന്ന് വർഷങ്ങളോളം ഇരിക്കും കേട്ടോ. 1 വർഷമൊക്കെ നന്നായിട്ടിരിക്കും. ഇതുപോലെ വെള്ളമൊന്നും ഒട്ടും തൊടാതെ എന്താ പറഞ്ഞത് അടച്ചു വെച്ചിരുന്ന. ഓക്കെ, ഇപ്പം ഇതിപ്പം നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. 2 ആഴ്ച കഴിഞ്ഞു. ഇപ്പം നമുക്ക് എടുത്തിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കാം. ഈവൻ കടുമാങ്ങ ഇടാം, മാങ്ങാക്കറിയോ അല്ലെങ്കിൽ പച്ചടിയൊക്കെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇത് എന്ന് വെച്ചാൽ വെള്ളമൊന്നും ഒട്ടും ചേർക്കാത്തതുകൊണ്ട് നന്നായിട്ടിരിക്കും കേട്ടോ. വർഷങ്ങളോളം ഇതുപോലെ ഫംഗസ് ഒന്നും പിടിക്കാതെ നന്നായിട്ടിരിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പം നിങ്ങൾ കണ്ടല്ലോ, ഉപ്പൊക്കെ പിടിച്ചിരിക്കുക. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ മാങ്ങ എടുത്തിട്ട് എന്താ പറഞ്ഞ് ഇഷ്ടമുള്ള കറിയൊക്കെ വെക്കാം. ഓക്കെ, അപ്പം നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. കല്ലുപ്പും ജസ്റ്റ് മാങ്ങ, ഇപ്പം മാങ്ങ സീസണല്ലേ നമ്മുടെ നാട്ടിലൊക്കെ, അപ്പം നിറയെ മാങ്ങയൊക്കെ കിട്ടും. അപ്പം അതെടുത്തിട്ട് നന്നായിട്ട് കഴുകി തുടച്ചൊക്കെ ഇതുപോലൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പിയൊക്കെ ഇതിൽ നിന്ന് ഞാൻ പിന്നെ ഉണ്ടാക്കി കാണിക്കാം. ഓക്കെ, മാങ്ങ പച്ചടിയും ഉപ്പുമാങ്ങ കറിയൊക്കെ. ഓക്കെ, അപ്പം
എനിവേ റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.